അങ്ങനെ ലോട്ട്സ് ഓഫ് സംഭവബഹുലമായ നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഫുഡ് എത്തി. കണ്ടോ ലോഡഡ് ഫ്രൈസ് ഇരിക്കുന്നത് കണ്ടോ. കണ്ട പാടി എടുത്ത് തിന്നാൻ പോയി ഞാൻ. തളർന്നു പോയി. വ്ലോഗ് എടുക്കണ എന്നെക്കാട്ടിലൊക്കെ മർത്തത്തിയാണ് സാബിലാക്കും. എത്തി ആ പറയപ്പെട്ട സാധനം എത്തി. ഫുഡൊക്കെ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പെട്ട എക്സ്പ്രഷൻ ആണ് ഈ കാണുന്നത്. അങ്ങനെയുണ്ട്. എല്ലാം വന്നില്ല എന്നെ തന്നിട്ട് സമ്മതം ചോദിച്ചതിന് ശേഷം ഞാൻ തിന്നാൻ തുടങ്ങിയും തിന്നില്ലെങ്കിൽ കഷ്ടാവുന്നേ. ഇതൊന്നും നിങ്ങൾക്കില്ല ടൊക്കൻ കാണുന്നു പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. അങ്ങനെയുണ്ട് കളി. പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല കേറേറ്റൊക്കെ കണ്ടോ ഞം തിന്നുന്നത് കണ്ടോ. വലിയ പരിഷ്കാരമായി ഫലോ തൊടറി അവസാനം അതുകൊണ്ട് പാളി. പിന്നെ നമ്മളിപ്പോ ഒരാളെ സാബിലുണ്ടായതുകൊണ്ട് എല്ലാം മാനേജ് ചെയ്തു. പിന്നെ നടന്നതൊക്കെ കഥയാണ് ഗൈസ്. ഈ ചങ്ങായി എന്തിനോ വേണ്ടിട്ട് ഒരു ജിഞ്ചർ ലൈം പറഞ്ഞതും വിത്തൗട്ട് അതെന്തിനാന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലായില്ല. ചോദിച്ചപ്പോ പറഞ്ഞത് ഷുഗർ കട്ടാണ് ഹെൽത്ത് കുട്ടാ. പിന്നെ ഓർഡർ ചെയ്ത റാപ്പിലൊന്നും ഷിഫക്ക് ഒരു വൈബും തോന്നില്ല എന്ന് പറഞ്ഞു. ഓള് പറയാ ഒരു ഉപ്പും പുളിയൊന്നും ഇല്ല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞത് അറബിക്കാണ് കണക്കൊണ്ടെന്നല്ല നിങ്ങള് ബുദ്ധിയിലായിട്ടാണ് അടഗൊമ്മലെ. അത് ശരിയാവും ഞങ്ങളെ ബുദ്ധി കുറവാകും. ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടി രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. എന്തിനാന്ന് അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ വേണ്ടിടുന്ന് പറഞ്ഞപ്പോ കാട്ടിയത് അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾ പില്ല് നോക്കി എന്താ പറഞ്ഞ എക്സ്പ്രഷൻ ഇടാന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുപോയത്. കാണാനും കേൾക്കാനൊക്കെ എന്തൊക്കെ കഥകളല്ലേ. എന്തൊക്കെയാണ് കുട്ടികൾ പറയണതൊന്നും മനസ്സിലാവണം. അങ്ങനെ ഈ തള്ളിമറിയൊക്കെ കേട്ട് കുറെ നേരം അവിടെ ഇരുന്നു. സെറ്റ് എല്ലാം സെറ്റ്. പിന്നെ എന്താന്ന് അറിയാം നിങ്ങൾക്ക് അവിടെ പോയിരുന്നാണ്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞു പറഞ്ഞപ്പോ അഭിനയിച്ച് മേകുന്നതാണ് ഈ കണ്ണത്. കൊള്ളാല്ലേ. കൊണ്ടുപോകാൻ ആ ക്യാമറയും കൊണ്ട് നേരം കൊണ്ട് പോയി. ഇതികൂടെ നടന്നും കിടന്നിരുന്ന് വീടെടുക്കലായിരുന്നു ഓനക്ക് പണി. നിർത്തിക്കോ വാണ്ട ചെയ്യുന്നാണ് ചെറുക്കം പറയുന്നത്. ഇങ്ങനെ അച്ചലമച്ചലം നടന്ന് വീഡിയോ എടുക്കണേനു. പിന്നെ എങ്ങനെ ഇപ്പൊ ഇത് വേണ്ട നോക്കാം. നിങ്ങളൊന്ന് പറയും. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ ഇത് നമ്മക്കിന്ന് പോണ്ടേ. ഒരു വിധത്തില് ചെറുക്കനെ പിടിച്ച് കറക്കയപ്പോഴാണ് എന്റെ കുന്തളിപ്പ്. ഒരു പാട്ടുണ്ട് ഇട്ടെടുത്തതിൽ നമുക്ക് റീലെടുക്കാന്ന് പറഞ്ഞത് ഓർമ്മല്ല. പിന്നെ ആ കടന്ന് മേക്കിനു എന്തൊക്കെയൊക്കെ കടന്ന് കാട്ടി. പക്ഷെ വേണ്ട സാധനം കിട്ടിയില്ല. അവസാനം എങ്ങനെ കണ്ടായി ചിരിച്ചൊരു വയ്യായി. എന്താ ഒന്നുമില്ല സംഭവം. രാത്രി 12 മണി സമയം വളരെയധികം അതിക്രമിച്ചു. പിന്നീട് ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് വിട്ടു. ഇതെങ്ങനെയുണ്ട് ക്യാമറ തിരിച്ചെടുത്ത പിന്നെ എങ്ങനെയൊക്കെയാണ്. ഓള് പിന്നെ അവസാനം ടാറ്റ ബൈ ബൈ പൊയ്ക്കോന്നൊക്കെ ഓരോട് ബൈ പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറി കിടന്നുറങ്ങിയപ്പോ ഓക്കെ ബൈ ഗായ്സ്.